എന്തായാലും ഇപ്പൊ ഇങ്ങനെ ചൂട് ഇങ്ങനെ വളരെയധികം കൂടി വരില്ലേ. അപ്പൊ ഈ ചൂട് ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട്. അതായത് കണ്ണൊക്കെ പുകയുക, ചിലർക്ക് ദേഹാസകലം പുകച്ചിൽ തോന്നുക, പിന്നെ ചൂട് കൂടുമ്പോൾ തലചിറ്റ അനുഭവപ്പെടുക, പിന്നെ ചിലർക്ക് ലൂസ് മോഷൻ അതിസാരം സംഭവിക്കാം ചൂട് കൂടുമ്പോൾ. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ദാഹം, വെള്ളം ദാഹം മാറാത്ത അവസ്ഥ, തുടർച്ചയായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ദാഹം തോന്നുക, തലചിറ്റിലുണ്ടാവുക. പിന്നെ ചൂട് വളരെയധികം കൂടുമ്പോൾ മൂക്ക് കൂടെയൊക്കെ രക്തപിത്തം എന്ന് ആയുർവേദത്തിൽ വിളിക്കുന്ന കണ്ടീഷൻ ഉണ്ട്. അതായത് നേസൽ ബ്ലീഡ്, ഹെമറ്റമെസിസ് എന്ന് പറയില്ലേ, അതായത് മൂക്കിലൂടെ രക്തം പ്രവഹിക്കുക. ഇത്തരം അവസ്ഥകളൊക്കെ ഈ അന്തരീക്ഷ താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ പിന്നെ ഇനി പറയാൻ പോകുന്ന മരുന്നുകൾ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാം. അത് മാത്രമല്ല കേട്ടോ, ജ്വരത്തിന്റെ പനിയുടെ ആരംഭത്തിലും ഉപയോഗിക്കാന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാ ചേർക്കേണ്ടതെന്നും തയ്യാറാക്കേണ്ട വിധവും പറഞ്ഞുതരാം. ഇതിപ്പോ നമുക്ക് പാനജലായിട്ട് തയ്യാറാക്കാം. ഇതിന്റെ വേണ്ട ഔഷധദ്രവ്യങ്ങളുടെ പേര് ഷഡംഗം എന്ന് പറയും. ഷഡംഗപാനം, ഷഡംഗ തോയ കൽപ്പന, ഷഡംഗം കഷായമായിട്ടും രോഗാവസ്ഥകൾ രോഗികൾക്ക് നിർദ്ദേശിക്കാറുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഷഡംഗം ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു 6 കൂട്ടം മരുന്നാണ്. അതായത് മുത്തങ്ങക്കിഴങ്ങുണ്ട്, പർപ്പടപ്പുല്ലുണ്ട്, ഇരുവേലിയുണ്ട്, രാമച്ചുണ്ട്, ചുക്കുണ്ട്. പിന്നെ നമുക്കറിയാലോ, ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള സംഗതി ചന്ദനം. ഈ 6 കൂട്ടം മരുന്നുകൾ ചേർന്നാണ് ഈ ഷഡംഗം. ഇത് ഷഡംഗ പാനജലായിട്ട്, ഷഡംഗം തോയകൽപ്പനയായിട്ടും കഴിക്കാം, അതുപോലെ കഷായമായിട്ടും നമ്മൾ രോഗാവസ്ഥകൾ നിർദ്ദേശിക്കാറുണ്ട്. അതായത് മുത്തങ്ങയും ചന്ദനവും ചുക്കും ഇരുവേലിയും രാമച്ചും പർപ്പടപ്പുല്ലും, ഈ 6 കൂട്ടം മരുന്നുകൾ ഇത് തുല്യ അളവിൽ എടുക്കാം. ഇത് കഴുകി കൊത്തി നുറുക്കി ചതച്ചിടുക. നമുക്കിപ്പോ ഒരു 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ടേ ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ട് ഒരു പിടി എടുക്കുക. അതൊരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റ് അങ്ങോട്ട് തിളപ്പിക്കുക. നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അരിച്ചങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ഇതൊരു കൂജയിൽ ഒഴിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലോ, നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചർ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കൂജയിൽ ഒഴിച്ചു വെച്ചോ, എന്നിട്ട് ആ വെള്ളം കൂടെ കുടിക്കുക. ഓക്കെ, ഈ വെള്ളം 2-3 ലിറ്റർ വെള്ളം ഈ ചൂടുകാലത്ത് ഓരോരുത്തരും കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഇത് തന്നെ ഈ മരുന്നുകൾ ചേർത്ത് കഷായം വെച്ച് ഷഡംഗം കഷായമായിട്ട് ജ്വര ചികിത്സയിലൊക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഷഡംഗം തോയകൽപ്പനയായിട്ട്, അതായത് പാനജലായിട്ട് ഈ രീതിയിലും ഉപയോഗിക്കാന്നർത്ഥം. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ഈ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ആവശ്യം വരുന്ന ഒരു സംഗതിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.